ആശാവർക്കർമാർ മാധ്യമങ്ങളെ കാണുന്നു. ചർച്ചയ്ക്ക് ശേഷം തത്സമയം. ഇന്ന് എല്ലാ ട്രേഡ് യൂണിയനുകളെയും ഈ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഞങ്ങൾ ചോദിച്ച നിങ്ങളോടെല്ലാം പറഞ്ഞു, ഗവൺമെൻറ് ചർച്ചയ്ക്ക് വിളിക്കുന്ന ആളുകളാണ് ആരെയൊക്കെ വിളിക്കണം തീരുമാനിക്കുന്നത്, ഞങ്ങളെ മാത്രമല്ല എന്ന് പറഞ്ഞു. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ ചർച്ചയിൽ കഴിഞ്ഞ 2 ചർച്ചയിൽ നടന്നതുപോലെ ഓണറേറിയത്തിൻ്റെ വർധനവിനെ സംബന്ധിച്ചും വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിനെ സംബന്ധിച്ചും ഒരു തീരുമാനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ദീർഘമായി ചർച്ച ചെയ്തു. ഒരു കമ്മിറ്റിയെ വയ്ക്കുന്നതിനെക്കുറിച്ചാണ് ആരോഗ്യമന്ത്രി ഒരു നിർദ്ദേശം വെച്ചത്. അതിനെ ഞങ്ങളൊഴിച്ച് ബാക്കിയുള്ള മുഴുവൻ യൂണിയനുകളും ആ കമ്മിറ്റി എന്ന നിർദ്ദേശത്തെ അംഗീകരിച്ചു. ഞങ്ങൾ അംഗീകരിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം 1000 രൂപയിൽ നിന്നും 7000 രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിച്ചത് ഏതെങ്കിലും ഒരു കമ്മിറ്റി തീരുമാനിച്ചിട്ടല്ല, അങ്ങനെ കമ്മിറ്റി കൂടിയിട്ടല്ല. അപ്പോൾ 53 ദിവസമായി സമരം ചെയ്യുന്നു. ഞങ്ങൾ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ട് അതിനും എത്രയോ ദിവസമായി. അപ്പോൾ 2 മാസം പിന്നിടുകയാണ്. ഈ സമയം വരെ അത്തരത്തിലൊരു ആലോചന നടത്താനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ വെക്കേണ്ടതാണെന്നോ നമ്മളെ ഒരു ചർച്ചയ്ക്കും അത് പറഞ്ഞിരുന്നില്ല. ഇന്ന് 53 ദിവസം സമരം പിന്നിടുകയും 15 ദിവസം സ്ത്രീകളിങ്ങനെ നിരാഹാരം കിടക്കുകയും വെയിലത്തും മഴയത്തും ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു കമ്മിറ്റിയെ വെക്കാം, IAS ഉദ്യോഗസ്ഥനടക്കമുള്ള ഒരു കമ്മിറ്റിയെ വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നതിന് ശേഷം പരിഗണിക്കാമെന്ന് പറയുകയാണ്. സർക്കാർ കൂടെ ഉണ്ടെന്നുള്ള എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്. അതിനെയാണ് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 2 ചർച്ചയിലും കേട്ടതാണ്, ഗവൺമെൻറ്റിന് ആശാവർക്കർമാരുടെ അനുഭാവമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാരിന് താല്പര്യമാണെന്ന്. അങ്ങനെ താല്പര്യമുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയും ഈ നിമിഷം വരെ അതിനുവേണ്ടി കൈക്കൊണ്ടിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യവും എന്ന 2 ഭാഗം മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ, ധാരാളം പ്രശ്നങ്ങളുണ്ട്, ആ വിഷയങ്ങളിൽ നമുക്ക് കമ്മിറ്റിയാകാം. ഇത് രണ്ടും അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞു. അവിടെയും നിൽക്കാതെ വന്നപ്പോൾ ഞങ്ങൾ അവസാനം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു 3000 രൂപ, ഇപ്പോൾ ഇരിക്കുന്ന 7000 രൂപയാണ്, ഒരു 3000 രൂപ നിങ്ങൾക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട്, അങ്ങനെ വർദ്ധിപ്പിച്ചാലും നാളെയോ മറ്റന്നാളോ കിട്ടുമെന്ന്, അതിന് 2-3 മാസം എടുത്തേക്കും, അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു കമ്മിറ്റിയെ വെച്ച് പഠിക്കുകയും പിന്നെ എത്ര വർദ്ധിപ്പിക്കണമെന്ന് അവിടെ ആലോചിച്ചൂടെ. ഞങ്ങൾ 21,000 എന്ന് പറഞ്ഞെടുത്തുന്ന നിലവിലുള്ള 7000, അതോടൊപ്പം ഒരു 3000 രൂപ വരെ ചോദിച്ചിട്ട് പോലും അതിന് പോലും മറുപടിയില്ല. അത് യാതൊരു തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഈ കമ്മിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾ സമരസമിതിയുമായിട്ട് ആലോചിച്ച് നാളെ അത് വീണ്ടും അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് സാഹചര്യം. ഒട്ടും തൃപ്തരല്ല. 53 ദിവസമായി തെരുവ് കിടന്നിട്ട് 15 ദിവസം നിരാഹാരം കിടന്നിട്ട് ഡോക്ടർ അവിടെ വന്നിട്ടില്ല എന്ന് ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ, കാരണം ഈ കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് വിശ്വാസം വരാത്തത്, കാരണം 15 ദിവസമായി നിരാഹാരം അനുഷ്ഠിക്കുന്ന ആളുകളെ ഒരു ഡോക്ടർ പരിശോധിച്ചിട്ടില്ല എന്ന കാര്യം പറയുമ്പോൾ അത് ആരോഗ്യ വകുപ്പ് അറിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി പറയാണ്. ഞങ്ങൾ അറിയിച്ചില്ലെന്നാണ് പറയുന്നത്. ആ സമരപ്പന്തലിൽ ഒരു ആശാവർക്കർ അനങ്ങിയാൽ, ആശാവർക്കറോട് സംസാരിച്ചിട്ട് ഒരു പാട്ട് പാടിയാൽ അവരുടെ പേരും ജാതകവും എടുത്ത് വീട് അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് അവർ ഓരോ മാസം എത്ര രൂപ ഇൻസെൻറ്റീവ് ഓണറേറിയം വാങ്ങുന്നുവെന്ന് പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വകുപ്പിനെ 15 ദിവസമായി സ്ത്രീകൾ നിരാഹാരം കിടക്കുന്ന സ്ഥലത്ത് ഒരു ഡോക്ടർ വരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പറയണം എന്നാണ് പറയുന്നത്. നമ്മൾ എത്രയോ സമരങ്ങൾ കാണുകയാണ് ഈ തെരുവിൽ. ഈ പറയുന്ന യൂണിയൻ്റെ നേതാക്കൾ എത്രയോ സമരം നടത്തിയിട്ടുണ്ട്. നിരാഹാര സമരം നടക്കുമ്പോൾ രാവിലെയും വൈകുന്നേരം ഡോക്ടർമാർ വരുന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ആരോഗ്യമന്ത്രി പറയുന്നത് നമ്മളത് പരാതിയായി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ശക്തമായ വിമർശനമുണ്ട്. സ്ത്രീകൾ തെരുവിൽ കിടക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും പോകും, വിളിച്ചാൽ പോകും. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ നിലപാട് ഈ ഓണറേറിയത്തിൻ്റെ കാര്യത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിൻ്റെ കാര്യത്തിലും ഒരു കമ്മിറ്റി വെച്ച് പഠിക്കേണ്ടുന്ന സാഹചര്യം സംസ്ഥാനത്തില്ല. സാമ്പത്തിക പരാധീനതയെക്കുറിച്ച് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. സാമ്പത്തികം വൻതോതിൽ ഇവിടെ പല പദ്ധതികൾക്ക് 1000 കോടിയും 500 കോടിയും 100 കോടിയൊക്കെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തിക പരാധീനത, തെരുവിൽ കിടക്കുന്ന സ്ത്രീകളെ അത് പരിഗണിക്കാനും മനുഷ്യത്വപരമായി പരിഗണിക്കാനുള്ളൊരു നടപടിയാണ് ഉണ്ടാകേണ്ടതെന്നാണ് ഞങ്ങളുടെ സമരം ശക്തമായി തുടരും. ഈ 3000 രൂപ കൂടെ വർദ്ധിപ്പിക്കാമെന്ന് ഒരുപക്ഷെ സർക്കാർ നാളത്തെ ചർച്ചയിൽ അംഗീകരിച്ചാൽ നിങ്ങൾ സമരം നിർത്തും? വരട്ടെ, അത് അംഗീകരിച്ച് വരട്ടെ. അപ്പോഴാലും ഞങ്ങളതൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. സർക്കാരിന് ഞങ്ങൾ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഒരു ചർച്ച കൂടെ വെക്കാം. പക്ഷെ അപ്പോഴും ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഓണറേറിയത്തിന്റെ കാര്യത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യത്തിലും കമ്മിറ്റിയുടെ ആവശ്യമില്ല എന്ന പോയിന്റ് ഞങ്ങൾ ഊന്നി പറഞ്ഞിട്ടുണ്ട്.
സാധ്യമല്ല, അതും സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം താഴേക്ക് പോകാമെന്നതിനെ സംബന്ധിച്ച് ഓർക്കണം. ഞങ്ങൾക്ക് പിടിവാശിയല്ല, 21,000 രൂപയിൽ പിടിവാശി നിൽക്കുന്നു എന്ന് പറഞ്ഞത് ശരിയല്ല. ഞങ്ങൾ കേവലം 10,000 രൂപയാക്കി ഇപ്പോൾ വർദ്ധിപ്പിക്കണം, അതിനെ മാറ്റണം എന്ന് പറയുന്ന ആ ഡിമാൻഡ് പോലും അംഗീകരിക്കുവാൻ തത്വത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ആശമാരുടെ സമരം വീണ്ടും തുടരും. സർക്കാരുമായുള്ള 3ാം വട്ട ചർച്ചയും പരാജയമായി എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം. ആശമാരെ ഒരു 3,000 രൂപയെങ്കിലും ഞങ്ങൾക്ക് കൂട്ടു നൽകൂ എന്ന് സർക്കാരിനോട് ചോദിച്ചപ്പോൾ 7,000 എന്നത് 10,000 ആക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ അതിനും കൃത്യമായ മറുപടി ഇല്ലാതെ നിരാശരാക്കി അവരെ മടക്കി എന്നുള്ളതാണ്. ഇപ്പോൾ INTU നേതാക്കൾ മാധ്യമങ്ങളെ കാണും. എങ്ങനെയാണ് ചർച്ച നോക്കിക്കാണുന്നത്? സമരം തുടരുമെന്നാണ് സമരസമിതി പറയുന്നത്. ആശാ വർക്കർമാരുടെ സമരത്തിൻ്റെ തീവ്രമായ എല്ലാ വികാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പൂർണ്ണമായ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് ട്രേഡ് യൂണിയനുകൾ പൊതുവെ എടുത്തത്. ഓണറേറിയം വർദ്ധിപ്പിക്കണം, ഞങ്ങളുടെ ഡിമാൻഡ് സ്ഥിരപ്പെടുത്തലാണെങ്കിലും ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന അവരുടെ നിലപാടിനോട് എല്ലാവരും യോജിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കണം, പിരിച്ചുവിടുമ്പോൾ 5 ലക്ഷം രൂപ പിരിച്ചുവിടൽ ആനുകൂല്യമായി കൊടുക്കണം, അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ അതിക്രമങ്ങളും അവസാനിക്കണം, അവർക്ക് 13,000-ഓളം ആശാ വർക്കർമാർക്ക് കാസ്പ് എന്ന് പറഞ്ഞ ഒരു കേന്ദ്ര ഇൻഷുറൻസ് പദ്ധതിയിൽ അവർക്ക് കേന്ദ്ര ഗവൺമെൻറ് ആപ്പ് ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് അതിനകത്ത് ബെനിഫിറ്റ് കിട്ടുന്നില്ല, ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന നിരവധി ജോലികൾ, അത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞത് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടേയില്ല. പ്രാദേശിക തലങ്ങളിൽ തോന്നിയതുപോലെ ആശാ വർക്കർമാരെ കൊണ്ട് ഒരുപാട് അനാവശ്യ ജോലികൾ ചെയ്യിക്കുന്നു എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങളെല്ലാം ഉയർത്തിയത്. അപ്പോൾ അവസാനം ചർച്ചകൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം സർക്കാർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ പിരിച്ചുവിടൽ ആനുകൂല്യം അടക്കമുള്ള എല്ലാം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിന് ഒരു ഉന്നതനായ IAS ഉദ്യോഗസ്ഥനും ധനകാര്യ വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ തൊഴിൽ വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥനും ചേർന്നുള്ള ഒരു ഉന്നതാധികാര സമിതിയെ വെച്ചിട്ട് എല്ലാ സംഘടനകളുടെയും പ്രത്യേകമായി അവരുമായുള്ള ചർച്ച നടത്തി ഒരു സമഗ്രമായ റിപ്പോർട്ടുണ്ടാക്കി 3 മാസം കൊണ്ട് നാളെ തന്നെ ഈ കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റെഫറൻസ് നാളെ തന്നെ തീരുമാനിക്കും. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ കൃത്യമായ മിനിറ്റ്സ് നാളെ തന്നെ എല്ലാവർക്കും കൊടുക്കും. ഇത്തരത്തിലുള്ള ഒരു നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. അത് ഒരു കമ്മിറ്റി വെക്കണ്ട എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഈ സംഘടന, സമരം ചെയ്യുന്ന സംഘടന ഓണറേറിയം ഈ ഒരു കമ്മിറ്റിയുടെ പരിഗണനയിൽ വരേണ്ടതല്ല എന്ന നിലപാടാണ് അവരെടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ആശാവഹമായ പുരോഗതിയാണ് ചർച്ചയിലുണ്ടായിട്ടുള്ളത്. അടുത്തു തന്നെ വേണ്ടി വന്നാൽ അവർക്ക് കൂടിയാലോചിക്കണം എന്നുള്ളതൊരു ന്യായമായ ആവശ്യമാണ്. അവരവരുടെ സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഗവൺമെൻറ് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ സമരം ചെയ്യുന്ന സംഘടന ഇപ്പോൾ സമരപന്തലിലേക്ക് പോകണം. വി വിനോദ് എന്താ വിനോദ്?